കണ്ടില്ലേ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രബോധകർക്കും റസ്മിൻ ഭായി നിങ്ങൾ നിസ്കരിച്ചാൽ എന്തോ ഒരു വലിയ ആനത്തല കിട്ടാനുണ്ട്, അവരത് പ്രതീക്ഷിച്ച് പട്ടിണി കിടക്കുകയാണ് എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്? എന്റെ റസ്മിൻ ഭായി, നിങ്ങൾക്ക് വല്ല ചരിത്രം അറിയോ? ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഈ ബിഗ് ബോസിൽ കിടന്ന് ആടുന്നത് പോലെയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചോ നിസ്കാരത്തെക്കുറിച്ചോ പറയുമ്പോൾ ചിന്തിച്ചിട്ട് പറയണം. 1500 വർഷത്തോളായി ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിർബന്ധമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കൺവെർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയും? നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചോ, വേണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണ്ട. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പക്ഷെ പ്രബോധകന്മാരെ സംബന്ധിച്ച് അവരത് പറഞ്ഞുകൊണ്ടിരിക്കും, അതവരെ ദൗത്യമാണ്. മുസ്ലിമീങ്ങളുടെ ദൗത്യമാണ് നിസ്കരിക്കണം, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം. ഇത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. തള്ളിക്കളഞ്ഞു എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ പട്ടിണിയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് റസ്മിൻ ഭായി, ഈ പായങ് എന്ത് ചെയ്യുക, ചുരുട്ടി മടക്കി വീട്ടിൽ തന്നെ എടുത്തു വെക്കട്ടാ. ഇത് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയോഗിക്കണ്ട. ഏതെങ്കിലും സംഖ്യ ആശാന്മാരിൽ നിന്ന് നിങ്ങൾ അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കൊടുത്തേക്കുക. മുസ്ലിമീങ്ങളെ തലയിൽ കയറാൻ വരണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒരു ജീവിതം വേണമെങ്കിൽ സ്വീകരിക്കാം, അത് സ്വാഗതാർഹം. അല്ലെങ്കിൽ തള്ളിക്കളയാം. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പ്രബോധകർ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ.